നല്ല മഴയായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ജോലിയില്ലാത്ത ദിവസങ്ങളാണ് ഇപ്പോൾ കൂടുതലും. അങ്ങനെ ജോലിയില്ലാത്തൊരു ദിവസം ആളിങ്ങനെ ബോറടിച്ചിരിക്കുന്ന സമയത്താണ് വീടിനടുത്തുള്ള ഒരു ചേട്ടൻ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്, പോവാമോ എന്ന് ചോദിച്ചു. അങ്ങനെ പോയതാണ് ചേട്ടൻ കൂടെ. ബോറടിച്ചിരിക്കുകയാണല്ലോ എന്ന് വെച്ചിട്ട് ആളും കൂടെ പോയതാണ്. പോയപ്പോൾ അവർ ഒരു വീശുവലയൊക്കെ കൊണ്ടാണ് പോയത്, കിട്ടുകയാണെങ്കിൽ നോക്കാമെന്ന് വെച്ചിട്ട്. അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ മീൻ പിടിക്കുന്ന സമയത്ത് എന്തോ തടിയിൽ എന്തോ കുടുങ്ങിയിട്ട് വല കുറച്ച് കീറിപ്പോയി. അപ്പോൾ ഇനി വല ചീത്തയാക്കണ്ടെന്ന് വെച്ചിട്ട് മാത്രമല്ല വേറൊരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോയതാണ്. അപ്പോൾ അത് കീറിക്കൊണ്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ട് കിട്ടിയ മീനും കൊണ്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. രണ്ടുപേർക്കും കൂടെ പങ്കിട്ടെടുക്കാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ തരുകയും ചെയ്തു. 12 13 മീനേ ഉള്ളൂ. കരിയട, പള്ളത്തി, ഒഴുക്കൻ, ഇങ്ങനെ 2-3 ഐറ്റം മീനുണ്ടായിരുന്നു. എനിക്ക് ഈ മീനുകളുടെ പേരൊന്നും അറിയില്ല, എങ്കിലും ഞാൻ നിശാൻ്റെ ചോദിച്ചാണ് എല്ലാം മനസ്സിലാക്കിയത്. ആറ്റുമീൻ അറിയാമല്ലോ, കഴുകാൻ നല്ല വഴുവഴുപ്പും പാടുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ചാമ്പലിൽ ഇങ്ങനെ ഇട്ടൊന്ന് വിരകി എടുക്കുന്നത്. അപ്പം ഞാൻ എന്തോ സംഭവം ഇപ്പോൾ വായിക്കകത്ത് ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് രണ്ടും കൂടെ വായും പൊളിച്ച് നിൽക്കുകയാണ്. ഇതിലെന്തോ കൊടുക്കാമെന്ന് എനിക്കറിയില്ല. കുടലുമില്ല, തലയില്ല, വാലുമില്ലാത്ത കുഞ്ഞൻ മീനുകൾ. ഇനി ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കുടലിൽ കണ്ടോ ചെറിയൊരു ബൾബ് പോലെ എന്തോ ഒരു സംഭവം. ഇത് ഞാൻ മുമ്പ് മീനിൽ കണ്ടിട്ടുണ്ട്, എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ അത്രയേ ഉള്ളൂ മീൻ പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേസ്റ്റ് എന്ന് പറയാൻ. അത് രണ്ടും കൂടെ കടയും പിടിയിട്ട് ഉള്ളത് പങ്കുവെച്ച് അവരങ്ങ് തന്നെയാണ്. ഇനി ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ തിരുമ്മിയിട്ട് കഴുകിയിട്ടാണ് ഇത്രയും ക്ലീൻ ചെയ്തെടുത്തത്. കഴുകുന്നതിനനുസരിച്ച് എന്തോ ചെതുമ്പൽ പോലെ ഇങ്ങനെ ഇളകി ഇളകി വരുന്നുണ്ട്. തോലാണോ എന്നറിയില്ല. എല്ലാം കഴുകി വൃത്തിയാക്കി സാധാരണ മസാലക്കൂട്ട് തന്നെയാണ്. ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഞാൻ പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇടാറുണ്ട്. എനിക്കതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു മണവും നല്ല ഇതാണ് കഴിക്കാനായിട്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കത് ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക മണമില്ലേ, നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ, ആ കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ഇതൊന്ന് ഇനി വറുത്ത് കോരണം. വറുത്ത് വരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് ഇതാണ്, എന്തോരം സന്തോഷത്തോടെ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരുന്ന് ഇപ്പോൾ അതേ ചട്ടി കിടന്ന് മൊരിയുന്നു. അങ്ങനെ മീനെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യണം. പിന്നെ പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.